തങ്കയങ്കി ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പ സമയത്തിനകം നടക്കും. വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് ഉള്ളത്. ചിലയിടങ്ങളിലൊക്കെ നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 18-ാം പടി കയറുകയാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. തങ്കയങ്കി 18-ാം പടി കയറിയ ശേഷം ക്ഷേത്ര സന്നിധിയിൽ കൊടിമര ചുവട്ടിൽ ക്ഷേത്രം പ്രതിനിധികളും ഒപ്പം തന്നെ ദേവസ്വം പ്രതിനിധി, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രത്യേക സ്വീകരണം നൽകും. അതിനുശേഷമായിരിക്കും തങ്കയങ്കി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. മേൽശാന്തിയും ഒപ്പം തന്നെ ക്ഷേത്രം തന്ത്രിയും ഉൾപ്പെടെയായിരിക്കും തങ്കയങ്കി ക്ഷേത്രത്തിനുള്ളിലേക്ക് ഏറ്റുവാങ്ങുക. അതിനുശേഷമായിരിക്കും പ്രത്യേക ദീപാരാധന ചടങ്ങുകൾ നടക്കുന്നത്. 6:30-നാണ് പ്രത്യേക ദീപാരാധന ചടങ്ങുകൾ നടക്കുന്നത്. അയ്യന് ചാർത്താനായി നൽകിയിരിക്കുന്ന 451 പവൻ തൂക്കമുള്ള പ്രത്യേക തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:30-നാണ് നടക്കുക. അതിനുവേണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 6:30 തന്നെ കൃത്യം ദീപാരാധന ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിനകത്തും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊടിമര ചൂട്ടിൽ തങ്കയങ്കിക്ക് സ്വീകരണം നൽകുന്ന ദൃശ്യങ്ങളാണ്. 18-ാം പടി ചവിട്ടി ക്ഷേത്രം തന്ത്രി നിയോഗിച്ച പ്രത്യേക പ്രതിനിധികൾ തങ്കയങ്കി വഹിച്ചുകൊണ്ട് 18-ാം പടി കയറുകയാണ്. അതിനുശേഷം കൊടിമര ചൂട്ടിൽ പ്രത്യേക സ്വീകരണം നൽകും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കൊടിമര ചുവട്ടിൽ എത്തിയിരിക്കുകയാണ് തങ്കയങ്കി. ഇനി ഇവിടെ പ്രത്യേക സ്വീകരണം നൽകും. അതിനുശേഷമായിരിക്കും ക്ഷേത്രത്തിനുള്ളിലേക്ക് തങ്കയങ്കി വഹിച്ചുകൊണ്ട് പോവുക. മേൽശാന്തിയും ക്ഷേത്രം തന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും തങ്കയങ്കി ക്ഷേത്രത്തിനുള്ളിലേക്ക് ഏറ്റുവാങ്ങുക. അതിനുശേഷമായിരിക്കും ഈ മണ്ഡലകാലത്തെ തിരുവാഭരണം ചാർത്തിയുള്ള, അതായത് തങ്കയങ്കി ചാർത്തിയുള്ള പ്രത്യേക ദീപാരാധന ചടങ്ങുകൾ നടക്കുക. 7 മണി മുതൽ തീർത്ഥാടകർക്ക് തങ്കയങ്കി ചാർത്തിയുള്ള വിഗ്രഹം കാണാനുള്ള ദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 മണിക്ക് ക്ഷേത്രനട തുറന്നെങ്കിലും ആളുകൾക്ക് ദർശനത്തിനായി അവസരം നൽകിയിരുന്നില്ല. 7 മണി മുതൽ ആളുകൾക്ക് ദർശനത്തിന് അവസരം ഒരുക്കുമെന്നാണ് പറയിച്ചിട്ടുള്ളത്. 1973-ൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് അയ്യപ്പന് ചാർത്താനായി തങ്കയങ്കി സമർപ്പിച്ചത്. ഇപ്പോൾ നൂറ്റാണ്ട് പിന്നിടുകയാണ്. അന്നു മുതൽ ഇന്ന് വരെ ഓരോ മണ്ഡലകാലത്തും തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് മണ്ഡല പൂജ നടക്കുക. അതോടൊപ്പം മണ്ഡല പൂജയുടെ തലേന്ന് തങ്കയങ്കി ചാർത്തിയുള്ള പ്രത്യേക ദീപാരാധന ചടങ്ങുകളും നടക്കുന്നുണ്ട്. നൂറ്റാണ്ടായി ഇതിനൊരു മുടക്കം വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 451 പവൻ തൂക്കമുള്ള തങ്കയങ്കിയാണ് അന്ന് മഹാരാജാവ് സമർപ്പിച്ചത്. പാതുകം, കിരീടം, ചൂട്ടി, വാൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ അടങ്ങുന്നതാണ് ഈ തങ്കയങ്കി എന്ന് പറയുന്നത്. സാധാരണ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് തങ്കയങ്കി സൂക്ഷിക്കുന്നത്. മണ്ഡല പൂജയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേക ഘോഷയാത്രയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് എത്തുകയാണ് സാധാരണ ചെയ്യുക. ഇന്നും നാളെയും, ഇന്ന് ദീപാരാധനയും നാളെ മണ്ഡല പൂജയും തങ്കയങ്കി ചാർത്തിയായിരിക്കും നടത്തുക. അതിനുശേഷം ഇവിടെ നിന്നും തിരിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് തങ്കയങ്കി കൊണ്ടുപോകുകയും ചെയ്യും. ഇന്ന് രാത്രി 11 മണി വരെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദർശനം ആളുകൾക്ക് കാണാനായി അവസരം ഉണ്ടാവുക. നാളെ പതിവ് പോലെ തന്നെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കും. നാളെ 9:45 വരെയാണ് നെയ്യഭിഷേകത്തിനുള്ള അവസരം ഉണ്ടാവുക. നെയ്യഭിഷേകം നടക്കുന്ന സമയത്ത് തങ്കയങ്കി വിഗ്രഹത്തിൽ നിന്നും മാറ്റും. അതിനുശേഷം നെയ്യഭിഷേകം കഴിഞ്ഞ ശേഷമായിരിക്കും വീണ്ടും തങ്കയങ്കി തിരുവാഭരണത്തിൽ തങ്കയങ്കി വിഗ്രഹത്തിൽ ചാർത്തുക. 10:30-നും 11:30-നും ഇടയിലാണ് ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുന്നത്. നാളെ രാത്രി 10 മണി വരെയാണ് ആളുകൾക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുക. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി മണ്ഡലപൂജ പൂർത്തിയാക്കി ഒരു മണ്ഡലകാലത്തിന് അവസാനം കുറിക്കും. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. എന്താണെങ്കിലും വലിയ ഭക്തജന പ്രവാഹം ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ 1 ലക്ഷത്തിലധികം ആളുകൾ ദിവസേന എത്തിയ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് സമാനമായ തിരക്ക് ഇന്നുമുണ്ട്. ആളുകളെ, തീർത്ഥാടകരെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ലെങ്കിൽ കൂടി ആളുകൾ നേരത്തെ തന്നെ തമ്പടിച്ച് ഈ മേഖലകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. 7 മണിയോടുകൂടി ദീപാരാധനയ്ക്ക് ശേഷം പ്രത്യേക തങ്കയങ്കി ചാർത്തിയുള്ള ആ ദീപാരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ. എന്താണെങ്കിലും
ദീപാരാധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് 5 മിനിറ്റ് നീളുന്ന പൂജാതി കർമ്മങ്ങളാണ് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ക്ഷേത്രനട തുറക്കുക. ആദ്യം ദേവസ്വം ബോർഡ് അംഗങ്ങളും അതോടൊപ്പം ക്ഷേത്ര പ്രതിനിധികൾക്കും ഉൾപ്പെടെയായിരിക്കും ദർശനത്തിനുള്ള അവസരം ഉണ്ടാകുക. അതിനുശേഷം 7 മണിയോടുകൂടിയാണ് തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരം ഉണ്ടായിരിക്കുക. മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ സന്നിധാനം മുതൽ ഏതാണ്ട് അപ്പാച്ചിമേടിന് അടുത്ത് വരെ തീർത്ഥാടകരുടെ വലിയ നിരയുണ്ട്. വലിയ ആളുകൾ മണിക്കൂറുകളായി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് മുഴുവനായും ദർശനം ഒരുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് സന്നിധാനത്തിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഇനിയിപ്പോൾ അടുത്ത ചടങ്ങുകൾ എന്താണ്? വേണു ബാലകൃഷ്ണൻ, ദീപാരാധന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്കയങ്കി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ക്ഷേത്രം മേൽശാന്തിയും ക്ഷേത്രം തന്ത്രിയും ആണ് തങ്കയങ്കി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ ചില പ്രത്യേക കർമ്മങ്ങൾ നടക്കാനുണ്ട്. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ ക്ഷേത്രനട തുറക്കും. ആ സാഹചര്യത്തിൽ ഭക്തർക്ക് തൊഴുത് ദർശനം നടത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി ഇപ്പോൾ തന്നെ കാത്തിരിക്കുന്നത്. ആദ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷേത്രം പ്രതിനിധികൾക്കും ദേവസ്വം പ്രതിനിധികൾക്കും അടക്കമുള്ള ആളുകൾക്കാണ് ആദ്യം ദർശനത്തിനുള്ള അവസരം ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും കൂടുതൽ തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുക. മേൽശാന്തി ക്ഷേത്രം തന്ത്രി നിയോഗിച്ച ദേവസ്വം അംഗങ്ങളും പോലീസ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ് അല്പം മുമ്പ് ശരംകുത്തിയിലെത്തി തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചത്. അതിനുശേഷം വാദ്യമേളങ്ങളുടെ ഉൾപ്പെടെ അകമ്പടിയോടുകൂടിയാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇരുമുടിക്കെട്ട് ഏന്തിയ തീർത്ഥാടകരെയാണ് 18-ാം പടി സാധാരണ ചവിട്ടാറുള്ളത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ, അതായത് മണ്ഡല പൂജ നടക്കുന്ന സമയത്തും മകരവിളക്ക് പൂജ നടക്കുന്ന സമയത്തും മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാത്ത ആളുകളെ ക്ഷേത്രം തന്ത്രി പ്രത്യേകം നിയോഗിച്ച ആളുകളെ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുക. ആ കാര്യം കൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും ഇപ്പോൾ ദീപാരാധന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ക്ഷേത്രനട തുറക്കും. അതിനുശേഷമായിരിക്കും ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുക. സന്നിധാനം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചകൾ കൂടിയാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വേണു. രാഹുൽ, ഈ ഭക്തർക്ക് എപ്പോഴാണ് ദർശനത്തിനുള്ള സാഹചര്യം ഒരുങ്ങുക? നിലവിലിപ്പോൾ ഭക്തർക്ക് ഈ വലിയ നടപ്പന്തലിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം നിയന്ത്രിച്ചിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും വേണു, വലിയ നടപ്പന്തലിൽ നിലവിൽ ആളുകളെ നിയന്ത്രിച്ചിരിക്കുകയാണ്. വലിയ നടപ്പന്തൽ മുതൽ ഏതാണ്ട് അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ വലിയൊരു നീണ്ട നിരയുണ്ട്. അവർക്ക് ദർശനത്തിനുള്ള സമയം 7 മണിക്ക് ശേഷമായിരിക്കും അവരെ ദർശനത്തിനായി അനുവദിക്കുക. ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. നിലയ്ക്കൽ നിന്നും 11 മണിക്ക് ശേഷം ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും തീർത്ഥാടകരെ മല കയറാൻ അനുവദിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് കൃത്യമായി സന്നിധാനത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കുക, തീർത്ഥാടക തിരക്ക് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ തീർത്ഥാടകർ ഇന്നലെ മുതൽ തന്നെ മല കയറിയിരുന്നു. അതുകൊണ്ട് വഴി പൂർണ്ണമായും ഒഴിച്ചിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്തായാലും വിഫലമായി. അതിനുശേഷം തീർത്ഥാടകരെ വഴിയുടെ 2 സൈഡിലേക്കാക്കി നിർത്തിയ ശേഷമായിരുന്നു തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. ആളുകൾ എന്താണെങ്കിലും മണിക്കൂറുകളായി ക്യൂ നിൽക്കുകയാണ്. പക്ഷേ മാലയിട്ട് വ്രതം നോറ്റ് അവർ അയ്യനെ ദർശനം നടത്താനായി കാത്തിരിക്കുകയാണ്. അതെന്ത് ത്യാഗം സഹിച്ചും അവർ തീർത്ഥാടനം നടത്തും. രാഹുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേർന്നു കഴിഞ്ഞു. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയുടെ നടപടികളാണിപ്പോൾ ഉള്ളത്. ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിച്ച് സന്നിധാനത്തെത്തി. ഇപ്പോൾ തങ്കയങ്കി ധരിപ്പിച്ചുകൊണ്ടുള്ള ദീപാരാധനയാണ് നടക്കുക. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 11 മണി മുതൽ അവിടെ സന്ദർശകർക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വാഹന ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചിരുന്നു. 6:30 മണിക്ക് ശേഷമാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. രാഹുൽ വീണ്ടും എത്തിയിട്ടുണ്ട് സന്നിധാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി. രാഹുൽ, നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ? രാഹുൽ, കേൾക്കാമോ? പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ ക്ഷേത്രനട തുറക്കും. അതിനുവേണ്ടി നാമജപങ്ങളോടെ ആയിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ക്ഷേത്രനട സന്നിധാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ക്ഷേത്ര സന്നിധാനത്ത് തുടരുന്നത്. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ കാണാനായി ആയിരങ്ങൾ കാത്തിരിക്കുകയാണ്. അല്പം മുമ്പാണ് 6:20 കൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. അതിനുശേഷം മേൽശാന്തിയും ക്ഷേത്രം തന്ത്രിയും തങ്കയങ്കി ഏറ്റുവാങ്ങി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6:30 ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ വഴിയിലുടനീളം തീർത്ഥാടകരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ടായ ചില തിരക്ക് കൊണ്ടുണ്ടായ സമയവ്യത്യാസമാണ് ഇപ്പോൾ ദീപാരാധനയ്ക്ക് അല്പം താമസം വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഉടൻ തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണാനായി ആളുകൾ കാത്തിരിക്കുന്നു. ഉടൻ തന്നെ ക്ഷേത്രനട തുറക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഭക്തർ ഉടനീളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സന്നിധാനം മുതൽ മരക്കൂട്ടം വരെ, മരക്കൂട്ടത്തിനപ്പുറത്തേക്കും ആളുകൾ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്. അവർക്കെല്ലാം ഇന്ന് ദർശനം സാധ്യമാകുമോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. കാരണം സന്നിധാനം മുതൽ ഈ അപ്പാച്ചിമേട് വരെയുള്ള സ്ഥലം എന്ന് പറയുന്നത് 2 കിലോമീറ്ററിന് അപ്പുറത്ത് വരും. പതിനായിരക്കണക്കിന് ആളുകൾ ഈ വഴിയിലെല്ലാം തന്നെ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് രാത്രി 11 മണി വരെയാണ് ക്ഷേത്രനട തുറക്കുക. 11 മണിക്ക് ഹരിവരാസനം പാടി ക്ഷേത്രനട ഇന്നത്തേക്ക് അടയ്ക്കും. അതിനു മുമ്പ് അവർക്ക് അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം നാളെ പതിവ് പോലെ തന്നെ രാവിലെ 2:30 ചടങ്ങുകൾ നടത്തിയ ശേഷം 3 മണിക്ക് നട തുറക്കും. 3 മണി മുതൽ ആളുകൾക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടാകും. നാളെ മണ്ഡലപൂജ നടക്കുന്നതിന്റെ ഭാഗമായി 9:45 നെയ്യഭിഷേകം ചെയ്യാനുള്ള സമയം അവസാനിക്കും. നാളെ 9:45 വരെയാണ് നെയ്യഭിഷേകം ഉള്ളത്. അതിനുശേഷം 10 മുതൽ 11 വരെയാണ് ഈ മണ്ഡലകാലത്തെ മണ്ഡലപൂജ നടക്കുന്നത്. നെയ്യഭിഷേകം നടക്കുന്ന സമയത്ത് അയ്യന് ചാർത്തിയിരിക്കുന്ന ഈ തങ്കയങ്കി മാറ്റും. നെയ്യഭിഷേകം കഴിഞ്ഞ ശേഷമായിരിക്കും വീണ്ടും ഈ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് നാളെ മണ്ഡലപൂജ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രനട അടയ്ക്കും. അതിനുശേഷം വീണ്ടും 3 മണിക്കാണ് ക്ഷേത്രനട തുറക്കുക. നാളെ ഈ മണ്ഡലകാലം അവസാനിക്കുന്ന ദിവസമായതിനാൽ നാളെ 10 മണിക്ക് ഹരിവരാസനം പാടി ക്ഷേത്രനട അടയ്ക്കുമെന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. സാധാരണ 11 മണിക്കായിരുന്നു നടയടയ്ക്കുക. പക്ഷെ നാളെ 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. നാളെയും നിയന്ത്രണങ്ങൾ നിലയ്ക്കലിലും പമ്പയിലും ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. അതായത് 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്ന് ഉൾപ്പെടെ തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടില്ല. പമ്പയിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷവും തീർത്ഥാടകരെ കടത്തിവിടില്ല എന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. കാരണം മല കയറി ഇവിടെ എത്തുമ്പോഴേക്കും 10 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദീപാരാധനയ്ക്കായി നട തുറന്നിരിക്കുകയാണ്.
തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കുന്നത് ശബരിമലയിൽ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭക്തിസാന്ദ്രമായ മുഹൂർത്തമാണ് സന്നിധാനത്ത്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ദീപാരാധന കഴിഞ്ഞോ? ഇനി എന്തൊക്കെയാണ് അടുത്ത ചടങ്ങുകൾ? വേണു, ദീപാരാധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാതുകവും കിരീടവും ചൂട്ടിയും വാളുമൊക്കെ തങ്കയങ്കി ചാർത്തിയ അയ്യനെ ദർശനം നടത്തി മടങ്ങുകയാണ് ഇപ്പോൾ തീർത്ഥാടകർ ഇപ്പോൾ സന്നിധാനത്തുണ്ടായിരുന്ന ആളുകൾക്ക് ദർശനം സാധ്യമായിട്ടുണ്ട്. ആളുകളെ ക്യൂവിൽ നിയന്ത്രിച്ചുകൊണ്ട് ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. 6:25 ആരംഭിച്ച ദീപാരാധന ചടങ്ങുകൾ ഇപ്പോൾ 15 മിനിറ്റ് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത്. താഴെ, അതായത് 18-ാം പടിക്ക് താഴെ ക്യൂവിൽ നിൽക്കുന്ന തീർത്ഥാടകരെ ഉടൻ തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് കടത്തിവിടും. അതിനുശേഷം തീർത്ഥാടകർക്കും മാലയിട്ട് മല ചവിട്ടിയ തീർത്ഥാടകർക്കും തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാകും. വലിയ തിരക്കാണ്. ഭക്തിസാന്ദ്രമായ ഈ നിമിഷത്തിലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണോ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ക്ഷേത്ര സന്നിധാനത്ത് ഉൾപ്പെടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചവരെ ഏതാണ്ട് 55,000-ഓളം ആളുകളായിരുന്നു ഉച്ചയ്ക്ക് നടയടയ്ക്കുന്നത് വരെ ദർശനം നടത്തിയിരുന്നത്. ഇപ്പോൾ വീണ്ടും 5 മണിക്ക് നട തുറന്നിരിക്കുന്നു. 7 മണി മുതൽ ഭക്തരെ വീണ്ടും കടത്തിവിടാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ 1 ലക്ഷം കടക്കുമോ ഇന്നും തീർത്ഥാടകരുടെ എണ്ണം എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഹുൽ, ഇപ്പോ ഈ ദീപാരാധന കഴിഞ്ഞാൽ ഈ വലിയ നടപ്പന്തലൊക്കെ വിരിവെച്ച് മലയിറങ്ങാതെ നിൽക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്, തീർത്ഥാടകരുണ്ട്. അവർക്കൊക്കെ ദർശനത്തിനുള്ള സൗകര്യം കിട്ടുമോ? അതുപോലെ തന്നെ ഈ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ അപ്പാച്ചിമേട് വരെയൊക്കെ ക്യൂ നീണ്ടു നിൽക്കുകയാണ്. അവർക്കൊക്കെ ദർശനത്തിന് സൗകര്യം കിട്ടുമോ? വേണു, നിലവിൽ സന്നിധാനത്തെ വലിയ നടപ്പന്തൽ മുതൽ അപ്പാച്ചിമേട് വരെയാണ് തീർത്ഥാടകരുടെ വലിയ നീണ്ട നിരയുള്ളത്. ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം തീർത്ഥാടകർക്കും ഇന്ന് തന്നെ ദർശനം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 10,000 മുതൽ 20,000 വരെ ആളുകൾ ഈ ക്യൂവിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 7 മണി മുതൽ 11 മണി വരെയാണ് ഇന്ന് ദർശനം സാധ്യമാകുക. 10:50 ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കും. അതിനു മുമ്പ് ഈ ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും എത്താൻ ദർശനം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായി ദർശനം നടത്തിയ തീർത്ഥാടകർ വിരിവെച്ച് സന്നിധാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. അവർക്കും ഈ പ്രത്യേക ദീപാരാധനയിൽ പങ്കെടുക്കാനും തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ ദർശനം നടത്താനുമാണ് അവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആ തിരക്കും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വലിയ തിരക്ക്, അതായത് ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ തിരക്കും അതോടൊപ്പം ഇതിനോടകം ദർശനം നടത്തിയ ആളുകളുടെ തിരക്ക് കൂടി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് ദർശനം നടത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ന് നട അടയ്ക്കുകയാണെങ്കിൽ നാളെ രാവിലെ വീണ്ടും 3 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുക. ഇന്ന് രാത്രിയിൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും വീണ്ടും ആളുകളെ കയറ്റി തുടങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ നാളെയും വലിയ തിരക്കിലായിരിക്കും സന്നിധാനം സാക്ഷ്യം വഹിക്കാൻ പോവുക. ഈ മണ്ഡലകാലത്തെ അവസാന ദിവസം കൂടിയാണ് നാളെ എന്ന് പറയുന്നത്. നാളെ രാവിലെ 3 മണി മുതൽ ക്ഷേത്രനട തുറക്കും. അതിനുശേഷം ആളുകളെ കടത്തിവിടും. നെയ്യഭിഷേകം 9:45 വരെ ക്രമീകരിച്ചിട്ടുണ്ട്. ആളുകൾ സാധാരണ 11:30 വരെയായിരുന്നു നെയ്യഭിഷേകത്തിനുള്ള സമയം ഉണ്ടാവുക. പക്ഷെ അത് നാളെ മണ്ഡല പൂജ നടക്കുന്നതിനാൽ 9:45 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്യഭിഷേകം നടത്താനുള്ള ആളുകൾ കൂടി ഈ ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവർ വേഗത്തിൽ ദർശനത്തിലെത്താനുള്ള സാധ്യത അവർ തന്നെ തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം കാനനപാതകൾ വഴിയും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. കാരണം എരുമേലിയിലും നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ കാര്യമായ നിയന്ത്രണം. ശരി, രാഹുൽ സുരേഷാണ് സന്നിധാനത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന ശബരിമലയിൽ ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും സ്വാഗതം. നവകേരളയിലെ പരാതിക്ക് വിചിത്ര പരിഹാരം. കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ പരാതി നൽകിയ ആൾക്ക് തുച്ഛമായ തുക മാത്രം കുറച്ചതിൽ വിശദീകരണവുമായി കേരള ബാങ്ക്. 4 ലക്ഷം രൂപയുടെ വായ്പയിൽ വെറും 515 രൂപയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അപേക്ഷകന് ഇളവ് അനുവദിച്ചത്. പിഴപ്പലിശ ഇനത്തിൽ നൽകാവുന്ന പരമാവധി ഇളവാണ് നൽകിയത് എന്ന് കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖ മാനേജർ 24-നോട് വിശദീകരിച്ചു. കൂലിപ്പണിക്കാരനായ പരാതിക്കാരൻ കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത ലോണിൽ തിരിച്ചടവായി ഇനി അവശേഷിക്കുന്ന തുക 3,97,731 രൂപ. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിട്ടിയിലെത്തിയപ്പോൾ
നേരിട്ട് പോയി പരാതി നൽകി. ഡിസംബർ 6-ന് പരാതി തീർപ്പാക്കിയുള്ള സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ മറുപടി ലഭിച്ചു. പരമാവധി ഇളവായി ലഭിച്ചത് 515 രൂപ മാത്രം. അതായത് 3,97,731 രൂപയിൽ നിന്ന് 515 രൂപ കുറച്ച് ബാക്കി 3,97,216 രൂപ അടയ്ക്കണം. പരാതി തീർപ്പാക്കൽ മറുപടിയിലെ കൗതുകം വൈറലായതോടെ സാങ്കേതികത്വം വിശദീകരിച്ച് കേരള ബാങ്ക് ഇരിട്ടി സായാഹ്ന ശാഖ മാനേജർ MK വിനോദ്. അത് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഒരു 12 ഇൻസ്റ്റാൾമെന്റ് വരെയാണെങ്കിൽ അടയ്ക്കാനുള്ള പലിശയുടെ 5% ബാങ്ക് ഒഴിവായി കൊടുക്കുന്നുണ്ട്. അതിന് മേലേക്ക് അത് ഓരോ ലോണിന്റെ ഇത് നോക്കിയിട്ട് എലിജിബിലിറ്റി അനുസരിച്ച് കൊടുക്കും. അങ്ങനെയാണ്. അല്ല, അത് അവിടുന്ന് അതിനൊരു കമ്മിറ്റി ഉണ്ട്, രജിസ്ട്രാർ മറ്റൊക്കെ അടങ്ങുന്ന കേരള ബാങ്കിന്റെ അവരാണ് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് മറുപടി കൊടുക്കുക. ബ്രാഞ്ചിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ബ്രാഞ്ചിൽ അങ്ങനെ വന്നിട്ടില്ല. അത് അതേസമയം മന്ത്രിസഭ സംസ്ഥാനം മുഴുവൻ സഞ്ചരിച്ച 37 ദിവസത്തിനുള്ളിൽ സർക്കാരിന് മുന്നിലെത്തിയത് പരാതികളുടെ കൂമ്പാരം. 6,21,167 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതികൾ. പരാതി പരിഹരിക്കാൻ ജില്ലാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓഫീസർമാരെ അടിയന്തരമായി നിയോഗിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. 24 കണ്ണൂർ. മഹാത്മാഗാന്ധിയോട് അനാദരവുമായി SFI നേതാവ്. എറണാകുളം ചൂണ്ടി ഭാരതമാതാ ലോ കോളേജിൽ രാഷ്ട്രപിതാവിനോട് SFI നേതാവിന്റെ അനാദരവ്. ഗാന്ധി പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ ഷൂട്ട് നടത്തി. പരാതിക്കാരോട് കോടതിയിൽ പോകാൻ നിർദ്ദേശിച്ച പോലീസ് 24-ൽ വാർത്ത വന്നതിന് പിന്നാലെ കേസെടുത്തു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ആദ്യം ഈ SFIക്കാരനെ സംരക്ഷിക്കാനാണോ പോലീസ് ശ്രമിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും വേണു. കാരണം കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളും അതിനു പുറമെ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പോലീസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു പരാതി സ്വീകരിച്ച് അതിലൊരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതിൽ ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഈ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത അദിൻ നസീർ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു സാധാരണക്കാരനല്ല. SFIയുടെ ആലുവ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം ഈ ചൂണ്ടി ഭാരത് മാതാ കോളേജിലെ SFIയുടെ യൂണിയൻ ഭാരവാഹിയാണ്. അങ്ങനെ പാർട്ടിയുടെയും ഒപ്പം കോളേജിലെയും ഒക്കെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാളിൽ നിന്നാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി പറയേണ്ടത്. അത് ഇയാൾ ഈ ഇത്തരത്തിൽ കാണിക്കുന്ന പ്രവൃത്തിയുടെ ദൃശ്യങ്ങൾ കൂട്ടുകാർ തന്നെയാണ് പകർത്തി കോളേജിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും അവിടെ നിന്ന് മറ്റ് സോഷ്യൽ മീഡിയകളിലേക്ക് പ്രചരിച്ചതും. അത് വ്യാപകമായി പ്രചരിച്ചിട്ട് പോലും അതിലൊരു ഇടപെടൽ ഉണ്ടാകാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ നമ്മൾ ഇന്ന് രാവിലെ ഇത് വാർത്ത ഗൗരവമായി തന്നെ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് പോലീസ് ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. ഒപ്പം എന്തായാലും ഇതിലൊരു നടപടിക്ക് SFI ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രതികരണം. ഒപ്പം കോളേജിൽ നിന്നടക്കം ഇയാൾക്കെതിരെ, ഈ വിദ്യാർത്ഥിക്കെതിരെ വരും ദിവസങ്ങളിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേണം. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. റോബിനെ വിടാതെ MVD. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള സർവീസ് പൂർത്തിയാക്കി. കേരളത്തിലെ 3 ഇടങ്ങളിൽ പരിശോധനകൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ പ്രവേശിച്ചത്. നിയമം പാലിച്ച് മാത്രമാണ് സർവീസ് നടത്തുന്നതെന്ന് ബസ് നടത്തിപ്പുകാരൻ ബേബി ഗിരീഷും സാധാരണ പരിശോധനയാണ് നടത്തുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരം പിഴയടച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ 5 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് റോബിൻ ബസ് സർവീസ് പുനരാരംഭിച്ചു. 2 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. പിന്നീട് മൂവാറ്റുപുഴ ആനിക്കാടും വാളയാറിലും പരിശോധന. മുൻകൂട്ടി ബുക്ക് ചെയ്തവർ തന്നെയാണോ യാത്ര ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാനായിരുന്നു 3 ഇടങ്ങളിലും MVD എത്തിയത്. അതൊന്നും ഇതിനകത്തല്ല, ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നു. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. നിയമം പാലിച്ചു മാത്രമാണ് ഓടുന്നതെന്ന് ബസ് നടത്തിപ്പുകാരനായ ബേബി ഗിരീഷ്. ഒന്നല്ല, ഇപ്പം 3-4 ജയിൽവാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം.
എന്തായാലും 4 വണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല. മുൻ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാത്രമാണ് ഇന്ന് ബസ്സിലുണ്ടായിരുന്നത്. വൈകിട്ട് 5:30 കോയമ്പത്തൂരിൽ നിന്ന് ബസ് പത്തനംതിട്ടയിലേക്ക് തിരിച്ചു. 24 ഇടുക്കി. വല്ലാത്തൊരു ന്യായീകരണം. റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ വിചിത്ര ന്യായീകരണവുമായി വനിതാ കമ്മീഷൻ. മാധ്യമപ്രവർത്തകയെ പ്രതിയാക്കിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്ന് അധ്യക്ഷ പി സതീദേവി അഭിപ്രായപ്പെട്ടു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് കെ രമ MLA. കേസ് പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ MP-യും ആവശ്യപ്പെട്ടു. കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ബോധപൂർവം കേസെടുക്കുന്നത് ഇടത് നയമല്ലെന്നുമായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താനും അതിലിടപെടാനും തീർച്ചയായിട്ടും പോലീസ് ആ തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും പോലീസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയും ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്നും ലഭിച്ചിട്ടില്ല. സർക്കാർ ഈ കേസ് പിൻവലിക്കണം. ഈ നവകേരളയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസ്ഥാനം, നവകേരള ആദ്യത്തെ ഒരു അടയാളമാണോ ഇത്? മാധ്യമപ്രവർത്തകർ ഇതിൽ കേസ് നടത്തുന്നത് മഹാമോശമായി പോയി. ഇതിനെ പിൻവലിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു പെൺകുട്ടിയെ അവിടെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു റിപ്പോർട്ട് ചെയ്യുന്നിടത്തിലേക്ക് അവളെ വലിയതൊരു കേസെടുത്ത് അവളെ ഭയപ്പെടുത്തുകയല്ലേ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിശക്തമായി സഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. മാധ്യമപ്രവർത്തകരെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനോ ബോധപൂർവമായി കേസെടുക്കാനോ സർക്കാരിന് അഭിപ്രായമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ നയവുമില്ല. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയപ്പെട്ടു. നവകേരള സദസ്സ് കഴിഞ്ഞു. ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നല്ലതുപോലെ അവരവരുടെ പാർട്ടികളും മുന്നണികളും ഒക്കെ അന്വേഷിക്കും. മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് സ്വന്തം പാർട്ടിക്കാർക്ക് തിരുത്തുമായി മുൻമന്ത്രി ജി സുധാകരൻ. പാർട്ടിക്ക് പുറത്തുള്ളവർക്കും പാർട്ടിക്കാർ സ്വീകാര്യർ ആകണം. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുമോ? 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? എല്ലാവരുടെയും വോട്ട് കിട്ടാതെ ആലപ്പുഴയിൽ ജയിക്കാൻ പറ്റില്ല. കണ്ണൂരിൽ നടക്കുമായിരിക്കും. പാർട്ടിയിൽ ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതി എന്ന് പറയുന്നത് ശരിയല്ലെന്നും ജി സുധാകരൻ. മനീഷ് മഹിബാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്തൊക്കെയാണ് ജി സുധാകരന്റെ വിമർശനം? അത് ആർക്കെതിരെയുള്ളതാണ്? അതായത് ഈ വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, പ്രധാനമായും നവകേരള സദസ്സിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് രൂക്ഷമായ വിമർശനം നിലവിൽ ജി സുധാകരൻ ഉന്നയിക്കുന്നത്. പാർട്ടിയിൽ ഭാരവാഹിത്വമുള്ള ആളുകൾ പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾക്ക് കൂടി സ്വീകാര്യനായിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ആരെങ്കിലും മർദ്ദിച്ചിട്ട് ആരെങ്കിലും ഒരു അടി കൊടുത്തിട്ട് അത് വിപ്ലവ പ്രവർത്തനമാണെന്ന് പറയുന്നത് ശരിയായ ശൈലിയല്ല തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനമാണ്. ഇദ്ദേഹം ഇന്ന് രാവിലെ ഒരു ആലപ്പുഴയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. കുറച്ച് ആളുകൾ മാത്രം കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ അത് പാർട്ടി പ്രവർത്തനമാവുകയില്ല. ഏറ്റവും പ്രധാനമായി ശ്രദ്ധേയമായി അദ്ദേഹം പറഞ്ഞത്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അത്തരത്തിൽ ആളുകൾ കൂടിയിരുന്ന് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രം കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം നടന്നാൽ ചിലപ്പോൾ നിയമസഭയിലേക്കൊക്കെ തന്നെ ആരും ജയിക്കില്ല. പ്രത്യേകിച്ചും കണ്ണൂരൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒക്കെ തന്നെ ജയിച്ചേക്കാം. പക്ഷേ ആലപ്പുഴയിൽ അത് നടക്കില്ല എന്നുള്ള വലിയ മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. നേരത്തെ അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഇതിനു മുൻപ് അദ്ദേഹം ഉന്നയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. ഏരിയ സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. പക്ഷേ നിലവിൽ ഉള്ള പശ്ചാത്തലത്തിൽ വെച്ചാണ് രൂക്ഷമായ ഭാഷയിലാണ് പല കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ ഒളിയമ്പ് ഉന്നയിക്കുന്നത്. ബെനുവാലേഷൻ. ശരി, മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് ആലപ്പുഴയിൽ നിന്ന്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.